ജില്ലാ പ്രസിഡന്റ് സ്റ്റുഡൻസ് വിങ്ങിന്റെ യശ്വന പള്ളിക്കൽ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനപ്പെട്ട എംജിഎമ്മിന്റെ പ്രവർത്തകരെ, മറ്റു സ്റ്റുഡൻസ് വിങ്ങിന്റെ സഹപ്രവർത്തകരെ, വേദിയിലിരിക്കുന്ന വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പേ MSM മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച വിവിധ മണ്ഡലം സംഗമങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഒതായി മണ്ഡലത്തിന്റെ MSM വിദ്യാർത്ഥിനി സമ്മേളനം ഇവിടെ വളരെ പൂർണ്ണമായി വളരെ ഭംഗിയായിട്ട് പൂർത്തിയാവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ന്യൂജൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾ അവരുടെ വസ്ത്രധാരണയും അവരുടെ സ്വഭാവ പെരുമാറ്റങ്ങളും അത് ഏത് രീതിയിലാണ് എന്നും അതുപോലെ തന്നെ അവരുടെ ഒരു 4 ആളുകൾക്കിടയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പെരുമാറ്റ രൂപങ്ങൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് വെറുതെ നമ്മുടെ ചുറ്റിലുമുള്ള സ്കൂളുകളിലൂടെയും കോളേജുകളിലൂടെയും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ എന്താണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്ന കാഴ്ചപ്പാട്? എവിടെയാണ് ഇസ്ലാം സ്ത്രീക്ക് മഹത്വം നൽകിയിട്ടുള്ളത്? ഇസ്ലാമിൽ സ്ത്രീയോട് എങ്ങനെയാണ് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണ് വസ്ത്രം ധരിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകനിലൂടെ വളരെ കൃത്യമായി വളരെ വ്യക്തമായി ഏതൊരാൾക്കും വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന രൂപത്തില് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് എന്ന് പറയാൻ അഭിമാനിക്കുന്നതിന് പകരം അതിലെന്തോ മോശമാണ്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റസിനെ ബാധിക്കും, അതിന്റെ സ്റ്റാൻഡേർഡിനെ ബാധിക്കും. കോളേജുകളിൽ മതം സംസാരിക്കുമ്പോൾ, ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അതെനിക്ക് മോശമാണ്, ഞാൻ അങ്ങനെ സംസാരിച്ചാൽ എന്റെ ചുറ്റിലുമുള്ള എന്റെ സുഹൃത്തുക്കൾ എന്നെ പറ്റി എന്താണ് ചിന്തിക്കുക എന്നുള്ള രീതിയിലേക്ക് ഇന്ന് പുരുഷന്മാരിലേറെ ഇന്നത്തെ സമൂഹത്തിലെ പെൺകുട്ടികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മളൊക്കെ നമ്മുടെ ചുറ്റിലും ഒന്ന് വെറുതെ കണ്ണോടിച്ച് നോക്കിയാൽ മതി. ഇസ്ലാം പറഞ്ഞതുപോലെ, അള്ളാഹു പറഞ്ഞതുപോലെ, പ്രവാചകൻ പറഞ്ഞതുപോലെ വസ്ത്രം ധരിച്ച എത്ര പെൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാം പെണ്ണിനോട് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ മറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നത്തെ കാലഘട്ടത്തില് ഏത് ചെറിയ പരസ്യങ്ങളിൽ പോലും ഒന്നില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഈ ഒരു റൂം ഉണ്ടാക്കുമ്പോ ഇതിനെ അടിക്കുന്ന പെയിന്റുകളുടെ പരസ്യത്തിൽ, കിണറിലിടുന്ന ചെറിയ വളികളുടെ പരസ്യത്തിൽ, പെണ്ണുമായിട്ടൊരു ബന്ധവുമില്ലാത്ത, സ്ത്രീയുമായിട്ട് യാതൊരു തമ്മിലുള്ള കണക്ഷനും ഇല്ലാത്ത ഒരുപാട് കാര്യത്തില് ഇന്ന് സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണത്? സ്ത്രീയുടെ നഗ്നത കാണിച്ചാൽ, സ്ത്രീയുടെ രൂപത്തെ കാണിച്ചാൽ അത് മാർക്കറ്റിംഗ് ആണ്. ഇന്ന് മാർക്കറ്റിംഗിന്റെ ബിസിനസ് ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്കറിയാം, പെണ്ണിനെ ഉപയോഗിച്ച് ഒരു പരസ്യം ചെയ്താൽ, പെണ്ണിനെ ഉപയോഗിച്ച് മാർക്കറ്റിംഗ് നടത്തിയാൽ അതിന് വലിയ രീതിയിലുള്ള ഉയർന്ന രീതിയിലുള്ള പിന്തുണയുണ്ടാകുമെന്ന് അതറിയുന്നത് കൊണ്ട് തന്നെയാണ് അതിനാളുകൾ നിന്ന് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നു പെണ്ണിന് അവകാശങ്ങൾ വേണം, പെണ്ണിന് സ്വാതന്ത്ര്യങ്ങൾ വേണം. എന്നാൽ അവിടെയാണ് ഇസ്ലാം വളരെ ഭംഗിയായി കൊണ്ട് പറയുന്നത്, പിന്നെ നീ നിന്റെ മുഖമക്കനകൾ നിന്റെ മാറിടത്തിലൂടെ താഴ്ത്തിയിടണം. പിന്നെ നിനക്ക് നല്ലത് നിന്റെ വീടാണ്, നിന്റെ ശബ്ദം നിനക്ക് കുറക്കുന്നതാണ് നല്ലത്. നിന്റെ വസ്ത്രധാരണ അത് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ മറക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് പെണ്ണിന്റെ വസ്ത്രധാരണയുടെ പേരിൽ സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന ചർച്ചകൾ എന്താണ്? പെണ്ണിന്റെ വസ്ത്രധാരണയുടെ പേരിൽ സുഹൃത്തുക്കൾക്കിടയിൽ, ആൺ സുഹൃത്തുക്കൾക്കിടയിൽ, കോളേജിനിടയിൽ എന്തൊക്കെ സംസാരങ്ങൾ നടക്കുന്നുണ്ടാകും. നമുക്ക് പറയാൻ പറ്റണം, എന്റെ വസ്ത്രധാരണ നോക്കി, എന്റെ ശരീരത്തിലേക്ക് നോക്കി ഒരു പുരുഷനും ആസ്വദിക്കാവുന്ന, ഒരു പുരുഷനും സന്തോഷം കണ്ടെത്താവുന്ന, ഒരു പുരുഷന്റെ സർക്കിളിലും എന്നെ കുറിച്ച് സംസാരിക്കാവുന്ന ഒരു രീതിയിലുള്ള വസ്ത്രധാരണയും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുന്ന അതേ
പെൺകുട്ടികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അവിടെയാണ് എന്തിനാണ് ഇസ്ലാം 21-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? അമേരിക്കയും യൂറോപ്പ് പോലെയുള്ള വലിയ വലിയ രാജ്യങ്ങൾ ഇസ്ലാമിനെ എതിർക്കുമ്പോൾ, ഇസ്ലാമിക് ഫോബിയ പോലെയുള്ള പല ഫോബിയകളും പരത്തുമ്പോൾ, ഫെമിനിസം പോലെ ലിബറലിസം പോലെയുള്ള വലിയ വലിയ ചിന്തകൾ നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ പെൺകുട്ടികളിലും നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഇടയിൽ ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയകൾ വഴി, ഇൻസ്റ്റഗ്രാം വഴി, ഫേസ്ബുക്കുകൾ വഴി ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകൾ, പെണ്ണെ നിനക്ക് അവകാശമുണ്ടോ, നിനക്ക് സ്വാതന്ത്ര്യമുണ്ടോ, ഇസ്ലാമിൽ നിനക്ക് എന്താണുള്ളത് എന്നുള്ള പുച്ഛമനാഭവത്തോടു കൂടിയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ തകർന്നു പോകുന്ന ഇസ്ലാമിലെ പെണ്ണെന്ന് പറയുന്ന കാഴ്ചപ്പാടിന് മുന്നിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇസ്ലാം എന്താണ് പെണ്ണിന് നൽകിയിട്ടുള്ളതെന്ന്. ഇസ്ലാം പെണ്ണിന് നൽകിയിട്ടുള്ള പദവികൾ എന്തെല്ലാമാണ്? ഇസ്ലാം പെണ്ണിന് നൽകിയ പദവികളെ പോലെ, ഇസ്ലാം നൽകിയ അവകാശങ്ങളെ പോലെ ഇന്ന് ലോകത്തെ ഒരു മതവും ഒരു പെണ്ണിനും അവകാശങ്ങൾ നൽകിയിട്ടില്ല. ഒരു മതവും പെണ്ണിന് സ്വാതന്ത്ര്യങ്ങൾ നൽകിയിട്ടില്ല. പെണ്ണിനോട് നീ ഒതുങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പെണ്ണിനോട് നിനക്ക് ഇന്ന വസ്ത്രധാരണ ഇന്ന രീതിയിൽ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ടാണ്, ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു അങ്ങനെയുള്ള കൽപ്പനകൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും എന്തിനാണ് ഇസ്ലാം ഇത്ര ക്രൂരമനാഭാവത്തോടു കൂടി പെണ്ണിനെ നോക്കിക്കാണുന്നത് എന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ ചോദ്യങ്ങൾ ഉയരുമ്പോൾ, അതെ ഇസ്ലാം തെറ്റാണ്, ഈ കാലഘട്ടത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നത് തെറ്റാണ്. പ്രത്യേകിച്ച് ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടതുണ്ടോ? എന്തിനാണ് ഞാൻ തട്ടം ധരിക്കുന്നത്? എന്തിനാണ് ഞാൻ ഹിജാബ് ധരിക്കുന്നത്? മറ്റാളുകൾക്ക് മുന്നിൽ തുറന്നു നിൽക്കുമ്പോൾ എന്റെ വസ്ത്രധാരണയെ നോക്കി, എന്റെ ഹിജാബിലേക്ക് നോക്കി, എന്റെ മുഖത്ത് കാണുന്ന ഞാൻ ധരിച്ചിരിക്കുന്ന എന്റെ ഹിജാബിലേക്ക് നോക്കി പറയാൻ പറ്റണം, അതെ അവൾ മുസ്ലിം പെൺകുട്ടിയാണ്, അവൾക്ക് അഭിമാനമായി നിലനിൽക്കാൻ, അവൾ ക്യാമ്പസുകളിൽ നിലനിൽക്കാൻ അവളെ കൊണ്ട് പറ്റണം. ഇസ്ലാം ഒരിക്കലും അപമാനമാക്കി മാറ്റാതെ അവിടെ എന്റെ അഭിമാനമാണ്. ക്യാമ്പസുകളിലും മറ്റുള്ള സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലും നിങ്ങളെ കളിയാക്കിയേക്കാം, നിങ്ങളെ നിന്ദിച്ചേക്കാം, നീ ഒരു വലിയ മുത്തഖി, നിനക്കൊക്കെ ഖുർആനിന്റെ ഇത്ര പ്രിയപ്പെട്ടവൾ, നീയൊക്കെ ഇസ്ലാം പറയുന്നത് പോലെ ജീവിക്കുന്നവൾ, നിനക്കൊക്കെ പാന്റും ജീൻസും ധരിച്ച് നടന്നൂടെ, നിനക്കൊക്കെ ഞങ്ങളെ പോലെ വസ്ത്രം ധരിച്ച് നടന്നുകൂടെ എന്ന് പറയുന്നവർക്ക് മുന്നിൽ പറയാൻ പറ്റണം ഇസ്ലാം എനിക്ക് അഭിമാനമാണ്, ന്യൂജൻ എനിക്ക് കരുത്താണ്, അതെനിക്ക് കാവലാണ്, എന്റെ റബ്ബിൽ നിന്നുള്ളതാണ്, എന്റെ വസ്ത്രധാരണ അതെന്റെ റബ്ബിൽ നിന്നുള്ളതാണ്, എന്റെ ശരീരം അതെന്റെ റബ്ബിൽ നിന്നുള്ളതാണ്, എന്റെ ഹിജാബ് അതെന്റെ റബ്ബിൽ നിന്നുള്ളതാണ്. അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവൻ തന്നെയാണ് നാളെ എന്നെ മരിപ്പിക്കുന്നതും, അവനിലേക്കാണ് എന്റെ മടക്കവും എന്ന് പറയാൻ പറ്റുന്ന ക്യാമ്പസുകളിൽ ഉയർന്നു വരുന്ന നല്ല മുസ്ലിം പെൺകുട്ടികളായിട്ട് നമ്മളെ കൊണ്ട് മാറാൻ പറ്റണം. അതെ വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്, ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിക്കുമ്പോൾ അത് അഭിമാനമാക്കിക്കൊണ്ട് മാറ്റാൻ പറ്റുന്ന നല്ല പെൺകുട്ടികളായിട്ട് അല്ലാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പരിപാടി MSMR ഒതായി മണ്ഡലം സംഘടിപ്പിച്ച ക്യാമ്പസ് വിദ്യാർത്ഥിനി സമ്മേളനത്തിന്റെ പെൺ സെഷനായിട്ടുള്ള ഗേൾസ് ഗ്യാതറിംഗ് ഔദ്യോഗികമായി അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.